നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ. നിങ്ങൾക്ക് അറിയാമോ ഇത് 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കോസ്മിക് ശക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. മേഷരാശിക്കാരെ, ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ വഴിത്തിരിവുകൾ വരാൻ പോകുന്നു. അവസാനത്തെ വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ, അചിന്ത്യമായ അനുഗ്രഹങ്ങൾ. എന്നാൽ അതോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു നിമിഷം പോലും ഒഴിവാക്കരുത്. ഇപ്പോൾ ആകാശത്ത് സംഭവിക്കുന്നത് വെറും ഗ്രഹചലനം മാത്രമല്ല. ഇത് ഒരു ദൈവിക സന്ദേശമാണ്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ പ്രത്യേകമായ ഒരു സ്ഥാനത്താണ്. ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്താൻ പോകുന്നു. ശനി ഭഗവാൻ കടന്നുപോകുന്ന രീതി, രാഹു കേതുക്കളുടെ പ്രഭാവം എല്ലാം കൂടി ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാമാറ്റം സൃഷ്ടിക്കാൻ പോകുന്നു. മേഷരാശിക്കാരെ, നിങ്ങൾ കുറെക്കാലമായി കഷ്ടപ്പെടുകയായിരുന്നു, പാടുപെടുകയായിരുന്നു. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടാതെ നിരാശയിലായിരുന്നു. പക്ഷേ ആ സമയം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ കാലമാണ്. പ്രപഞ്ചം നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന അത്ഭുതങ്ങളാണ്. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ വഴിത്തിരിവ് സംഭവിക്കും. അത് നിങ്ങളുടെ തൊഴിലുമായി, നിങ്ങളുടെ ധനകാര്യവുമായി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഗ്രഹങ്ങളുടെ ദശാകാലം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ പുതിയ ജോലി വരും. നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിൽ സ്ഥാനക്കയറ്റം ഉറപ്പാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ കരാറുകൾ വരും. അപ്രതീക്ഷിത അവസരങ്ങൾ വരും. നിങ്ങൾ എത്ര കാലമായി കാത്തിരിക്കുന്നുവോ അത്രകാലമായി കിട്ടാത്ത വിജയം ഇപ്പോൾ നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ പോകുന്നു. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പണം സംബന്ധിച്ച് വളരെ നല്ല വാർത്തകൾ കേൾക്കാൻ പോകുന്നു. എവിടെ നിന്നോ പണം വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന്. പഴയ കടങ്ങൾ തിരിച്ചു കിട്ടും. തടഞ്ഞുകിടന്ന പണം ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നുവരും. ഇത് 100% സംഭവിക്കും. കാരണം ഗുരു ഭഗവാൻ നിങ്ങളുടെ ധനസ്ഥാനത്തെ ആശീർവദിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ അമിതമായ ചെലവ് ഒഴിവാക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് നിർത്തുക. അനാവശ്യമായ നിക്ഷേപങ്ങൾ ഇപ്പോൾ ചെയ്യരുത്. കാരണം രാഹുകേതുക്കൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ലഭിക്കും. വലിയ പ്രോജക്റ്റുകൾ നിങ്ങളുടെ കൈകളിൽ വരും. മേലധികാരികൾ നിങ്ങളെ അംഗീകരിക്കും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം കിട്ടും. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു സുവർണ കാലഘട്ടമാണ്. ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പരമാവധി പ്രയത്നം നടത്തുക. കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇതാണ് സമയം. ആദ്യത്തെ 15 ദിവസങ്ങളിൽ ആദ്യഘട്ടം നിങ്ങൾക്ക് ഒരു വലിയ അവസരം വരും. അത് സ്വീകരിക്കുക. ആലോചിക്കാതെ, ഭയപ്പെടാതെ. കാരണം ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. രണ്ടാം ഘട്ടത്തിൽ അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പണം വരും. ധനം വർദ്ധിക്കും. മൂന്നാം ഘട്ടത്തിൽ അടുത്ത 30 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തലത്തിൽ എത്തിച്ചേരും. നിങ്ങളുടെ ജീവിതശൈലി മാറും. നിങ്ങളുടെ പദവി മാറും. നിങ്ങൾ തന്നെ മാറും. ഇനി വരുന്നത് രണ്ടാമത്തെ വഴിത്തിരിവ്. ഇത് നിങ്ങളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രണയവുമായി, നിങ്ങളുടെ ബന്ധങ്ങളുമായി, നിങ്ങളുടെ കുടുംബവുമായി. മേഷരാശിക്കാരെ, ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ പ്രണയസ്ഥാനത്തേക്ക് കടന്നുവരുന്നു. ഇത് വളരെ ശക്തമായ ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള പ്രണയം കൂടുതൽ ആഴപ്പെടും. നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തി കടന്നുവരും. അത് ദൈവം തന്നെ അയച്ചു തരുന്ന ആളായിരിക്കും. നിങ്ങളുടെ ആത്മബന്ധം, നിങ്ങളുടെ ജീവിത പങ്കാളി. ആ വ്യക്തിയെ തിരിച്ചറിയുക. പ്രപഞ്ചം നിങ്ങൾക്ക് സൂചനകൾ നൽകും. അത് മനസ്സിലാക്കുക. ഹൃദയം കൊണ്ട് അനുഭവിക്കുക. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പരസ്പര സ്നേഹം ആഴപ്പെടും. വിവാഹത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ ആരംഭിക്കും. കുടുംബങ്ങൾ ഒത്തുവരും. എല്ലാം നല്ല രീതിയിൽ നടക്കും. എന്നാൽ ശനി ഭഗവാൻ ചില പരീക്ഷണങ്ങൾ നൽകും. ചില വെല്ലുവിളികൾ സൃഷ്ടിക്കും. അത് നിങ്ങളുടെ പ്രണയം പരീക്ഷിക്കാനാണ്, ശക്തിപ്പെടുത്താനാണ്. തർക്കങ്ങൾ ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ വരും. എന്നാൽ പരിഭ്രാന്തരാകരുത്. ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. സംസാരത്തിലൂടെ പരിഹരിക്കുക. ഈഗോ വിടുക. ദേഷ്യം ഉപേക്ഷിക്കുക.
സ്നേഹത്തോടെ സമീപിക്കുക. എല്ലാം ശരിയാകും. നിങ്ങളുടെ ബന്ധം മുന്നോട്ടു പോകും. വിവാഹം നടക്കും. സന്തോഷം വരും. വിവാഹിതരായവർക്ക് ഈ സമയം വളരെ മധുരമായ ഒരു കാലഘട്ടമാണ്. ഇണയോടുള്ള സ്നേഹം പുതുക്കപ്പെടും. പഴയ പ്രണയം തിരിച്ചുവരും. റൊമാൻസ് വർദ്ധിക്കും. പരസ്പര മനസ്സിലാക്കൽ മെച്ചപ്പെടും. ദാമ്പത്യ ബന്ധം ഊഷ്മളമാകും. കുടുംബത്തിൽ സന്തോഷം വരും. കുട്ടികളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ കേൾക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ വരും. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടിവരും. കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ ആവശ്യമാകും. സഹോദരങ്ങളുമായി സംസാരിക്കേണ്ടിവരും. ബന്ധുക്കളോട് കൂടുതൽ അടുപ്പം തോന്നും. കുടുംബയോഗങ്ങൾ നടക്കും. ആഘോഷങ്ങൾ വരും. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മംഗളകാര്യം നടക്കും. വിവാഹം, വിവാഹനിശ്ചയം, ഗൃഹപ്രവേശം, ജനനം, എന്തെങ്കിലും സന്തോഷകരമായ വാർത്ത വരും. നിങ്ങളുടെ വീട്ടിൽ സന്തോഷം നിറയും. സമാധാനം ഉണ്ടാകും. സമൃദ്ധി വരും. പ്രണയത്തിൽ ചില ആളുകൾ ഒറ്റയ്ക്കാണെങ്കിൽ വിഷമിക്കേണ്ട. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾക്കായി ആരോ കാത്തിരിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുവരെ നിങ്ങൾ സ്വയം സ്നേഹിക്കുക. സ്വയം വളർത്തുക. സ്വയം മെച്ചപ്പെടുത്തുക. നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് തയ്യാറായ ആളെ കൊണ്ടുവരും. രണ്ടാമത്തെ വഴിത്തിരിവിന്റെ പ്രത്യേകത: ഇത് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും. നിങ്ങളുടെ വികാരങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ സ്നേഹത്തെ പരിവർത്തനം ചെയ്യും. പഴയ മുറിവുകൾ ഉണക്കും. പഴയ വേദനകൾ മാറ്റും. പുതിയ പ്രതീക്ഷകൾ നൽകും. പുതിയ സന്തോഷം സമ്മാനിക്കും. ഇനി വരുന്നത് മൂന്നാമത്തെ വഴിത്തിരിവ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശക്തിയേറിയത്, ഏറ്റവും ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ആന്തരിക പരിവർത്തനവുമായി, നിങ്ങളുടെ ദൈവികമായ ബന്ധവുമായി. മേഷരാശിക്കാരെ, അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകും. ഒരു ദൈവിക സന്ദേശം കിട്ടും. ഒരു സൂചന ലഭിക്കും. അത് സ്വപ്നത്തിലൂടെ ആകാം, ധ്യാനത്തിലൂടെ ആകാം, പ്രാർത്ഥനയിലൂടെ ആകാം, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തിലൂടെ ആകാം. അത് തിരിച്ചറിയുക. അത് മനസ്സിലാക്കുക. അത് അനുസരിക്കുക. കേതു ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ സ്ഥാനത്ത് ശക്തിയോടെ നിൽക്കുന്നു. ഇത് നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താൻ സഹായിക്കും. നിങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങൾ ആരാണെന്ന് അറിയാൻ സഹായിക്കും. നിങ്ങൾ എന്തിനുവേണ്ടിയാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളോട് താൽപര്യം തോന്നും. ക്ഷേത്രങ്ങളിൽ പോകാൻ ആഗ്രഹം വരും. പ്രാർത്ഥനകൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും. ആത്മീയ പുസ്തകങ്ങൾ വായിക്കാൻ തോന്നും. ഗുരുക്കളെ കാണാൻ ആഗ്രഹം ഉണ്ടാകും. ആത്മീയ സംസാരങ്ങൾ കേൾക്കാൻ വിളിക്കുന്നത് പോലെ തോന്നും. ഇതെല്ലാം ദൈവത്തിന്റെ പ്രേരണയാണ്. പ്രപഞ്ചത്തിന്റെ സൂചനയാണ്. നിങ്ങളെ ഉണർത്താനുള്ള ശ്രമമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ വിളി അവഗണിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ഗുരുവിനെ കണ്ടുമുട്ടാം. ഒരു മാർഗദർശിയെ കാണാം. ഒരു ആത്മീയ വഴികാട്ടിയെ കണ്ടെത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഒരു വെളിപാട് വരാം. ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാം. ഒരു മനസ്സിലാക്കൽ സംഭവിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. നിങ്ങൾ കുറെക്കാലമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ തിരഞ്ഞുനടന്ന മാർഗം കണ്ടെത്തും. നിങ്ങൾ തേടിയ അർത്ഥം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ കിട്ടും. പുതിയ അർത്ഥം വരും. പുതിയ ലക്ഷ്യം രൂപപ്പെടും. മൂന്നാമത്തെ വഴിത്തിരിവിന്റെ പ്രത്യേകത: ഇത് നിങ്ങളെ പൂർണ്ണമായി മാറ്റും. നിങ്ങളുടെ ചിന്താഗതി മാറ്റും. നിങ്ങളുടെ വീക്ഷണം മാറ്റും. നിങ്ങളുടെ മനോഭാവം മാറ്റും. നിങ്ങളുടെ ജീവിതശൈലി മാറ്റും. നിങ്ങൾ പഴയ നിങ്ങളല്ലാതാകും. പുതിയ നിങ്ങളാകും. ഉയർന്ന നിങ്ങളാകും. മെച്ചപ്പെട്ട നിങ്ങളാകും. ഈ പരിവർത്തനം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് മനസ്സിലാകും. നിങ്ങൾ മാറിയെന്ന് അവർ കാണും. നിങ്ങളുടെ കണ്ണുകളിൽ പുതിയ തിളക്കം കാണും. നിങ്ങളുടെ മുഖത്ത് പുതിയ തേജസ് കാണും. നിങ്ങളുടെ സ്വഭാവത്തിൽ പുതിയ മാധുര്യം കാണും. നിങ്ങളുടെ വാക്കുകളിൽ പുതിയ ജ്ഞാനം കേൾക്കും. നിങ്ങളിൽ നിന്ന് ഒരു ദൈവിക ഊർജ്ജം ഒഴുകും. പോസിറ്റീവ് വൈബ്രേഷൻ പുറപ്പെടും. ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ സാന്നിധ്യത്തിൽ സമാധാനം അനുഭവപ്പെടും. നിങ്ങളുടെ കൂട്ടായ്മയിൽ സന്തോഷം കണ്ടെത്തും. നിങ്ങളുടെ മാർഗദർശനം തേടും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായിരിക്കും. ഏറ്റവും വിലപ്പെട്ട അനുഭവമായിരിക്കും. ഇതിനുശേഷം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. നിങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് പോകും. ഉയർന്ന ചൈതന്യത്തിലേക്ക് ഉയരും. ദൈവത്തോട് കൂടുതൽ അടുക്കും.
ഇനി നമുക്ക് നോക്കാം ആരോഗ്യത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിദേശ സാധ്യതകളെക്കുറിച്ച്. മേഷരാശിക്കാരെ, അടുത്ത 30 ദിവസങ്ങൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. മംഗൾ നിങ്ങളുടെ ആരോഗ്യസ്ഥാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും. പനി വരാം, തലവേദന ഉണ്ടാകാം, ഉത്കണ്ഠ തോന്നാം. പക്ഷേ വിഷമിക്കേണ്ട. ചെറിയ ശ്രദ്ധ കൊണ്ട് ഇതെല്ലാം ഒഴിവാക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. പഴങ്ങൾ കൂടുതൽ കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. വ്യായാമം ചെയ്യുക. യോഗ പരിശീലനം ചെയ്യുക. ധ്യാനം ചെയ്യുക. ഉറക്കത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുക. 6 മുതൽ 8 മണിക്കൂർ ഉറക്കം ഉറപ്പാക്കുക. രാത്രി വൈകി ഉറങ്ങുന്നത് ഒഴിവാക്കുക. അനാരോഗ്യകരമായ ഭക്ഷണം ഒഴിവാക്കുക. പുകവലി, മദ്യപാനം നിർത്തുക. ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ല കാലഘട്ടമാണ്. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. മനസ്സിലാക്കാൻ കഴിവ് കൂടും. ഓർമ്മശക്തി മെച്ചപ്പെടും. പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടും. അക്കാദമിക് വിജയം ഉറപ്പാണ്. ബുധൻ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാനത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഗണിതം, എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ മികവ് കാട്ടും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയം വരും. സർവകലാശാല പ്രവേശനം കിട്ടും. സ്കോളർഷിപ്പ് ലഭിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നല്ല വാർത്ത കേൾക്കാം. വിസ അപ്രൂവൽ കിട്ടും. ജോലി ഓഫർ വരും. പഠന അവസരം ലഭിക്കും. വിദേശയാത്ര നടക്കും. രാഹു നിങ്ങളുടെ വിദേശ സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ശമ്പളം കൂടും. പദവി ഉയരും. പുതിയ അവസരങ്ങൾ വരും. സ്ഥിരത കിട്ടും. സുരക്ഷിതത്വം അനുഭവപ്പെടും. ഇനി നമുക്ക് സംസാരിക്കാൻ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്. മേഷരാശിക്കാരെ, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില വെല്ലുവിളികളും വരും. അത് സ്വാഭാവികമാണ്. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വ്യാജ സുഹൃത്തുക്കളിൽ നിന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ പുരോഗതി കണ്ട് അസ്വസ്ഥരാകുന്നവരുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താം. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാം. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കാം. ശനി അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട. നിങ്ങളുടെ സത്യം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ഭക്തി നിങ്ങളെ സംരക്ഷിക്കും. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്കായി വാദിക്കുന്നു. ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ആരും നിങ്ങളെ തടയാൻ കഴിയില്ല. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സൂക്ഷിക്കുക. വലിയ ലാഭത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പണം ശ്രദ്ധാപൂർവം നിക്ഷേപിക്കുക. യോഗ്യരായ ആളുകളുടെ ഉപദേശം വാങ്ങുക. തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ആരോഗ്യത്തെക്കുറിച്ച് അലക്ഷ്യം കാണിക്കരുത്. ചെറിയ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. അസ്വസ്ഥത തോന്നുമ്പോൾ ഡോക്ടറെ കാണുക. മരുന്നുകൾ സമയത്ത് കഴിക്കുക. പ്രതിരോധ പരിശോധനകൾ നടത്തുക. ആരോഗ്യം സമ്പത്താണ് എന്ന് ഓർക്കുക. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വ്യക്തമായ ആശയവിനിമയം പുലർത്തുക. മനസ്സിലുള്ളത് പങ്കുവയ്ക്കുക. കേൾക്കാൻ സമയം എടുക്കുക. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്ഷമ കാണിക്കുക. സഹാനുഭൂതി പുലർത്തുക. സ്നേഹത്തോടെ പെരുമാറുക. ഈ മുൻകരുതലുകൾ എടുത്താൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സംരക്ഷിതരായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. പരിഹാരങ്ങൾ: എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുക. ചുവന്ന വസ്ത്രം ധരിക്കുക. ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക. ഗുരുവാരങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക. മഞ്ഞ വസ്ത്രം ധരിക്കുക. മഞ്ഞ പുഷ്പങ്ങൾ അർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഞായറാഴ്ചകളിൽ സൂര്യദേവനെ പ്രാർത്ഥിക്കുക. സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യമണ്ഡല സ്തോത്രം ചൊല്ലുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. പാവങ്ങൾക്ക് വസ്ത്രം നൽകുക. ആവശ്യക്കാർക്ക് സഹായം ചെയ്യുക. അനാഥരെ സഹായിക്കുക. മൃഗങ്ങളെ പരിപാലിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക. ഓം നമോ ശിവായ മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക. ഓം ഗം ഗണപതയെ നമോ മന്ത്രം ജപിക്കുക. ഈ മന്ത്രങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കും. മേഷരാശിക്കാരെ, ഇതാണ് നിങ്ങളുടെ സമയം. ഇതാണ് നിങ്ങളുടെ കാലം. ഇതാണ് നിങ്ങളുടെ അവസരം. ഈ 3 വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. പ്രത്യേകിച്ച് അവസാനത്തേത്. അത് നിങ്ങളുടെ ജീവിതം തന്നെ പുനർനിർവചിക്കും. വിശ്വസിക്കുക. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. എല്ലാം നല്ല രീതിയിൽ നടക്കും. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ തഴച്ചുവളരും. നിങ്ങൾ പുഷ്പിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. നിങ്ങളുടെ ഭാവി ശോഭനമാകും. നിങ്ങൾ